ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. അപ്പോൾ എന്താ ഇത്ര സ്പെഷ്യൽ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മളിന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഒരു ചെറിയ മണ്ണെണ്ണ വിളക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഈ ഈ മണ്ണെണ്ണ വിളക്കല്ല കാര്യമായിട്ടുള്ള സംഗതി. നമ്മൾ ഈ മണ്ണെണ്ണ വിളക്ക് ഉണ്ടാക്കാനായിട്ട് കെട്ടുപോയി നമ്മൾ ഈ മണ്ണെണ്ണ വിളക്ക് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്ത സാധനമാണ് മെയിനായിട്ടുള്ള സംഗതി. ഓക്കെ, അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് കപ്പാസിറ്ററുകളാണ് കേട്ടോ. അപ്പോൾ ഇച്ചിരി മുഴുത്ത കപ്പാസിറ്ററുകളൊക്കെ കാണുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ സിമ്പിളായിട്ട് മണ്ണെണ്ണൊക്കെ ആയിട്ട് ഓയിൽ ലാമ്പായിട്ട് അത് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഓയിൽ ലാമ്പ്, മണ്ണെണ്ണൊക്കെയല്ല, ഓയിൽ ലാമ്പ്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഓയിൽ ലാമ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിൻ്റെ തിരിയുടെ പൊക്കം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടൊരു ഡയലൊക്കെ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കത്തിച്ചാൽ നമുക്കൊന്നെങ്കിൽ ഇതിൻ്റെ തിരിയുടെ പൊക്കം ഇങ്ങനെ കൂട്ടാം. പൊക്കം കൂട്ടിയാൽ വളരെ പവർഫുള്ളായിട്ട് തീ കത്തും. അതുപോലെ തന്നെ ഇങ്ങനെ കുറയ്ക്കുകയും ചെയ്യാം. കുറച്ചാൽ അങ്ങനെ കുറച്ച് വരുമ്പോഴത്തേക്കും കുറേ അങ്ങോട്ട് തീ കെട്ടും പോകും. ഓക്കെ, അതുപോലെ കുറയ്ക്കാവുന്ന രീതിയിലൊരു ഡയലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ മണ്ണെണ്ണൊക്കെ ഓയിൽ ലാമ്പ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ഇതുപോലൊരു കുഞ്ഞൻ ഓയിൽ ലാമ്പ് ഉണ്ടാക്കുന്നത് നോക്കാം. ഓക്കെ,
അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ മണ്ണെണ്ണ ഓയിൽ ലാമ്പ് ഇവിടെ ഉണ്ടാക്കി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു കപ്പാസിറ്റർ കട്ട് ചെയ്തിട്ട് അതിനകത്ത് ഒരു ഓയിൽ ലാമ്പ് ഉണ്ടാക്കി എടുക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാണല്ലോ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വെറുതെ ഒരു പണിയിലടിക്കുമ്പോഴും എന്തെങ്കിലും കുറച്ചുണ്ടാക്കിയിട്ട് സമയം വെറുതെ പാഴാക്കുന്നത്. സമയം പാഴാക്കിയാലും വളരെ ക്രിയേറ്റീവായിട്ട് മാത്രമേ സമയം പാഴാക്കാറുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും കിട്ടുപോയി. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോയിൽ, അതിന് മുന്നേ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ മണ്ണെണ്ണ വിളക്കിന് വളരെയധികം അത്യാവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. ഓക്കെ, നമുക്കിനി അടുത്ത വീഡിയോയിൽ വേറെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.